നമസ്കാരം, ശ്രീദീപത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ഗംഗാ ദശറ അഥവാ ഗംഗാ അവതരണ ദിനം. ഹിന്ദു വിശ്വാസപ്രകാരം ഗംഗാനദി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒഴുകിയെത്തിയ ദിവസം അഥവാ ഗംഗാനദി ഭൂമിയിൽ അവതരിച്ച ദിവസമാണ് ഗംഗാ ദശറ അഥവാ ഗംഗാ അവതരണ ദിനം എന്ന് പറയുന്നത്. ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷ ദശമിക്കാണ് ഗംഗാ ദശറ ദിനം ആചരിക്കുന്നത്. വാരണാസി, ഹരിദ്വാർ എന്നിവിടങ്ങളിൽ ഈ ദിവസം ഗംഗാസ്നാനവും പ്രത്യേക പൂജകളും നടക്കുന്നുണ്ട്. അന്നേ ദിവസം ഗംഗാസ്നാനത്തിന് പ്രാധാന്യമുണ്ട്. ഗംഗാദശര ദിവസം നടത്തുന്ന ഗംഗാസ്നാനത്തിലൂടെ മനുഷ്യൻ ഈ ജന്മത്തിലും മുജ്ജന്മങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ മനസ്സ വാച കർമ്മണ ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. എല്ലാവർക്കും ഗംഗാനദിയിൽ നേരിട്ട് പോയി സ്നാനം ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ വെച്ചും ഇത് ചെയ്യാം. ഈ വർഷത്തെ ഗംഗാദശറ മെയ് 25 തിങ്കളാഴ്ചയാണ്. അന്നേ ദിവസം പുലർച്ചെ എഴുന്നേറ്റ് കുളിക്കുന്ന വെള്ളത്തിൽ അല്പം ഗംഗാജലം ചേർക്കുക. മനസ്സുകൊണ്ട് ഗംഗാദേവിയെ ധ്യാനിക്കുക. ഹര ഹര ഗംഗ എന്ന മന്ത്രം ജപിക്കാം. സ്നാനത്തിന് ഉത്തമമായ സമയം പുലർച്ചെ 4:20 മുതൽ 5:10 വരെയുള്ള ബ്രഹ്മമുഹൂർത്തമാണ്. ഇനി വീട്ടിൽ ഗംഗാജലം ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ബക്കറ്റിൽ വെള്ളം നിറച്ച് വെള്ളത്തിൽ കൈകൾ സ്പർശിച്ച് സ്നാനമന്ത്രം ജപിക്കുക. ശേഷം ആ ജലം കൊണ്ട് കുളിക്കുക. സ്നാനമന്ത്രം ഇതാണ്: ഗംഗേ ജയമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. അപ്പോൾ ഗംഗാ സ്നാനത്തിലൂടെ എല്ലാവർക്കും പാപമോചനം ലഭിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.